ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുന്നതാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അതായത് ഒരു കണ്ണ് തേങ്ങ പിഴിഞ്ഞ് അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്നതാണ്. അതിലേക്ക് വേണ്ടി 5 തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് 24 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഉടച്ചെടുത്തതാണ്. ഉടച്ചിട്ട് ഇതേപോലെ ഇളക്കിയെടുക്കണം. ഇത് ഇതേപോലെ ഇത് രണ്ടും മുഴുവനെ ഇട്ട് ബാക്കിയെല്ലാം കത്തി കൊണ്ടോ സ്ക്രൂ ഡ്രൈവർ കൊണ്ടോ ഇളക്കിയെടുക്കാം. എന്നിട്ട് ഇതിനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം. ആദ്യം ഇതിനെ അരിഞ്ഞെടുക്കാം. തേങ്ങ ഇതുപോലെ അരിഞ്ഞെടുത്തു. ഇനി ഇതിനെ മിക്സിയിൽ പൊടിച്ചെടുക്കണം. ഇതേപോലെ അരിഞ്ഞ് മിക്സിയിൽ പൊടിച്ചെടുത്താൽ തേങ്ങ തിരുവുന്നതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ഒരു വെളിച്ചെണ്ണ എടുക്കാം. തേങ്ങ കഷ്ടപ്പെട്ട് തിരുവേണ്ട ആവശ്യമില്ല. തേങ്ങ ഒരു ദിവസം രാത്രി മുഴുക്ക വെള്ളത്തിൽ ഇട്ട് വച്ചിരുന്നാലും മതി, കൂടുതൽ സമയം ഇട്ടിരുന്നാലും കുഴപ്പമില്ല. ഇനി ഇതിനെ മിക്സിയിൽ പൊടിച്ചിട്ട് ഇതിപ്പോൾ അരയ്ക്കുന്ന ജാറിൽ തന്നെ പൊടിച്ചെടുത്തു. എന്നിട്ട് അതിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തു. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതുപോലെ ചെയ്യണം. ഇതിപ്പോൾ നല്ലതുപോലെ അരങ്ങും. ഇതേപോലെ എല്ലാം അരച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങയെല്ലാം അരച്ചെടുത്തു. ഇനി ഇതിനെ പിഴിഞ്ഞെടുക്കാം. ഇനി ഇതേപോലെ ഒരു അരിപ്പ എടുത്ത് അതിൽ കുറച്ച് കോരി വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കൂടുതൽ വെള്ളം ഒഴിച്ചരച്ചാൽ വറ്റിച്ചെടുക്കാൻ പാടായിരിക്കും. 1/2 ഗ്ലാസ് വെള്ളം വീതം ഒഴിച്ചരച്ചാൽ മതി. എന്നിട്ട് ഇനി കൈ കൊണ്ട് പിഴിയുമ്പോൾ അത് നല്ലതായിട്ട് വരും. അല്ലാതെ കയ്യിൽ വെച്ച് പിഴിഞ്ഞാൽ ശരിക്കും പിഴിയാൻ പറ്റില്ല. ഇതേപോലെ എല്ലാം പിഴിഞ്ഞെടുക്കാം. ഇനി ഇതിനെ കൈ കൊണ്ട് ഇതേപോലെ പിഴിയാം. ഇതിനേക്കാളും വലിയ അരിപ്പയാണെങ്കിൽ എളുപ്പത്തിൽ പിഴിഞ്ഞെടുക്കാം. ഇല്ലെങ്കിൽ വൃത്തിയുള്ള തോർത്തോ വൃത്തിയുള്ള തുണിയോ എടുത്ത് അതിലിട്ട് എളുപ്പത്തിൽ പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ പാല് പിഴിഞ്ഞരിച്ചെടുത്തു. ഇത് 1-ാം പാലാണ്, 2-ാം പാൽ എടുത്തില്ല. ഇനി ഇതിനെ അടുപ്പിൽ വെച്ച് വറ്റിച്ചെടുക്കണം. ഞാൻ ചീനിച്ചട്ടിയിലാണ് എടുത്തത്. കൂടുതൽ പാലുണ്ടെങ്കിൽ ഉരുളിയിൽ വെക്കണം. അലുമിനിയം ഉരുളിയിൽ വെച്ചാൽ അടിയിൽ പിടിക്കും. വെങ്കലത്തിൽ തന്നെ വയ്ക്കണം. ഇത് 5 ഗ്ലാസ് പാലുണ്ട്. ഇപ്പോൾ അടുപ്പിൽ വെച്ചു തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് തിളച്ചു തുടങ്ങി. പുറത്തിങ്ങനെ ഉരുണ്ട് വന്നു തുടങ്ങി. ചെറിയ പാത്രത്തിൽ വെച്ചാൽ പൊങ്ങിക്കളയും. വലിയ പാത്രത്തിൽ തന്നെ വയ്ക്കണം. ഇത്രയും തേങ്ങാക്കൊത്ത് കിട്ടി. ഞാൻ 1-ാം പാല് മാത്രമേ പിഴിഞ്ഞെടുത്തുള്ളൂ. ഇതിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് പിഴിഞ്ഞാൽ 2-ാം പാല് കിട്ടും. അതും കൂടി ഒഴിച്ച് തിളപ്പിക്കാൻ കുറച്ച് സമയം കൂടി വേണ്ടി വരും. ഇതിന് ഇടിചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം. ഇടിചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നതിൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടുന്നതാണ്. ആ വീഡിയോ നിങ്ങൾ കാണണം. അടുപ്പിൽ വെച്ചിട്ട് ഇപ്പോൾ 10 മിനിറ്റായി. ഇനി ഈ തേങ്ങാക്കൊത്ത് വറുക്കുമ്പോൾ ഇതിൽ 4-5 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് വറുക്കണം. കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഇത് കഴിക്കുന്നതാണ് നല്ലത്. ഇതിലധികം വെളിച്ചെണ്ണയില്ല. കൊളസ്ട്രോൾ ഇല്ലാത്തവർക്ക് ഒരു തേങ്ങയും കൂടി ചിരകി വറുത്ത് ഇതിൽ കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നല്ലതുപോലെ കുറയ്ക്കാൻ തുടങ്ങി. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വയ്ക്കണം. എന്നിട്ട് ഇതേപോലെ ഒരു അടപ്പ് ഇടത് കൈയിൽ പിടിച്ചിട്ട് വലത് കൈ കൊണ്ട് ഇളക്കണം. അപ്പോൾ ഇവർ തെറിച്ച് പോയില്ല, കയ്യിലും തെറിക്കില്ല. കയ്യിൽ തെറിക്കാതെ സൂക്ഷിക്കണം. ഇപ്പോൾ വെളിച്ചെണ്ണ തെളിഞ്ഞു വരാൻ തുടങ്ങി. ഇനി കൈയെടുക്കാതെ ഇളകിക്കൊണ്ടിരിക്കണം.
ഇപ്പോൾ കളർ മാറി തുടങ്ങി. ഗോൾഡൻ കളർ ആകുന്നത് വരെ ഇളക്കാം. ഇപ്പോൾ കുറച്ചുകൂടെ കളർ മാറി. ഇനി തെറിക്കില്ല. ലോ ഫ്ലെയിമിൽ വെക്കാം. ഇനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് സമയം കൂടി ഇളക്കണം. ചീനിച്ചട്ടിയുടെ ചൂട് കൊണ്ട് കുറച്ചും കൂടി ചുവന്ന് വരും. ഇനി ഇതിൻ്റെ സൈഡിലോട്ട് ഇതേപോലെ വയ്ക്കണം. അപ്പോൾ എണ്ണയെല്ലാം ഊറി ഇറങ്ങും. പിന്നെ കൊറ്റൻ എന്നാണ് പറയുന്നത്. ഇനി എണ്ണ തണുത്തതിന് ശേഷം ഒരു കുപ്പിയിൽ ഒഴിച്ചു വയ്ക്കാം. അരിപ്പയിൽ കൂടി അരിച്ചൊഴിക്കണം. ഇതിൻ്റെ പരുവെന്ന് പറയുന്നതാണ്. ഇതേപോലെ സൗണ്ട് കേൾക്കണം. ഇനി ഈ കുപ്പിയിലോട്ട് അരിച്ചൊഴിക്കാം. ഉരുക്ക് വെളിച്ചെണ്ണ വളരെ ഔഷധ ഗുണമുള്ളതാണ്. അങ്ങനെ നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ റെഡിയായി. ഇതിനെ ഉരുക്ക് വെളിച്ചെണ്ണ എന്നും പറയും, വെന്ത വെളിച്ചെണ്ണ എന്നും പറയും. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇത് നല്ലതുപോലെ മൂത്തത് കൊണ്ടാണ് ഈ കളർ വന്നത്. അധികം മൂത്തില്ലെങ്കിൽ ഈ കളർ വരില്ല. 5 ചെറിയ തേങ്ങയാണ് ഞാൻ എടുത്തത്. അതിൽ നിന്ന് ഇത്രയും വെളിച്ചെണ്ണ കിട്ടി. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ തേങ്ങ എടുക്കണം. നവജാത ശിശുക്കളെ കുളിപ്പിക്കുന്ന സമയത്ത് ദേഹത്ത് ഉരുക്ക് വെളിച്ചെണ്ണ തേച്ച് കുറച്ച് സമയം കിടത്തിയതിന് ശേഷം കുളിപ്പിക്കുന്നത് സ്കിന്നിന് നല്ല ഗുണം ചെയ്യും. കുളിപ്പിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തലയിലും തേക്കാം. മുടി വളരുന്നതിന് നല്ലതാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ. ഉയർന്ന കൊളസ്ട്രോൾ ഉള്ളവർക്ക് 1-2 ടീസ്പൂൺ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചാൽ ഗുഡ് കൊളസ്ട്രോൾ കൂടുകയും ബാഡ് കൊളസ്ട്രോൾ കുറയുകയും ചെയ്യും. ശരീരത്തിലുണ്ടാകുന്ന ചെറിയ കുരുക്കൾ, ഫംഗൽ ഇൻഫെക്ഷൻസ് ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വെർജിൻ കോക്കനട്ട് ഓയിൽ സഹായിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ കൂടുതൽ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താങ്ക് യു.